ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വാങ്ങി നൽകുന്നതിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച രണ്ട് ഉദ്യോഗസ്ഥർ എന്നോടൊപ്പമുണ്ട്. ഒന്ന് എൻ്റെ നാട്ടുകാരി കൂടിയാണ് ഷിനിലാൽ, എൻ്റെ ഒരു ചേച്ചി കൂടിയാണ്. മറ്റൊരു പോലീസ് ഓഫീസറുമുണ്ട്, ആൽബിനാണ്. ഇവർ രണ്ടുപേരും ഷിൽ ചേച്ചി അന്ന് സിവിൽ പോലീസ് ഓഫീസറായിരുന്നു. ഞാൻ സിവിൽ പോലീസ് ഓഫീസറായിരുന്നു. ഇങ്ങനൊരു വധശിക്ഷ വിധി വരുമ്പോൾ എന്താണ് അഭിമാനം തോന്നുന്നുണ്ടോ? കേരള പോലീസിന് തന്നെ അഭിമാനം തോന്നാവുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ നടന്നത്. കാര്യം 2022 തൊട്ട് ഞങ്ങളിതിൻ്റെ പുറകിലായിരുന്നു, ഈ ടീം മൊത്തം ഇതിൻ്റെ പുറകിലായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. ഏറെ സന്തോഷമുണ്ട്, വളരെ സന്തോഷിക്കുന്നു. ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായോ കേസിൻ്റെ അന്വേഷണ വഴിയിൽ എല്ലാ ഘട്ടത്തിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നേരിട്ടുള്ള തെളിവുകളൊന്നും ഈ കേസിനില്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടെത്തുക, പിന്നെ അന്വേഷണം 85-90 ദിവസത്തിനകത്ത് വെച്ച് ചാർജ് കൊടുക്കണം. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഡിജിറ്റൽ എവിഡൻസ് കളക്ട് ചെയ്യുക, ഇവരുടെ 3 പേരുടെ മൊബൈൽ ഫോൺ, പിന്നെ 2 ലാപ്ടോപ്പ്, പിന്നെ മരണപ്പെട്ട ഷാരോണ്ടാതിൻ്റെ മൊബൈൽ ഫോൺ, ഇതിൽ ഡിജിറ്റൽ എവിഡൻസ് കളക്ട് ചെയ്ത് അതിൽ നിന്ന് തെളിവുകൾ ഏകദേശം ഒരു 3 ലക്ഷത്തിന് പുറത്ത് ഫയലുണ്ട്. ഈ ഫയലെല്ലാം പഠിച്ച് ഈ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമായിരുന്നു. അന്ന് സിവിൽ പോലീസ് ഓഫീസറായിരുന്നു, ഇപ്പോൾ ASI റാങ്കിലേക്ക് എത്തി. അവിടെ നിന്ന് ഇവിടം വരെ എത്തുമ്പോൾ ഈ കേസ് നിർണായകമായിരുന്നു. ഏറ്റവും പ്രധാനമായി അന്വേഷിച്ച കേസുകൾ ഒന്ന് തന്നെയാണോ ഇത്? തീർച്ചയായും ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു കൺഫ്യൂഷനിലാക്കിയ ഒരു കേസായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു വിധി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആ കഷ്ടപ്പാടിന് ഫലമുണ്ടായി എന്നുള്ള ഒരു അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഞങ്ങളെ കൂടി ഒരു സല്യൂട്ട്, അഭിനന്ദനങ്ങൾ കേരള പോലീസിന്.